ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേനൽ ചൂടിൽ നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കി നന്നായിട്ട് തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ അപാര രുചിയുള്ള ഒരു കാരമൽ പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 3 ചേരുവ മാത്രമേ ഇതിൽ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ ഒരു കവർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് ഒരു കവർ പാൽ 500 മില്ലി പാൽ ഒഴിച്ചൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് തന്നെ പുഡിങ് റെഡിയാകും. പാൽ നമുക്കൊന്ന് തിളപ്പിച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പാട കെട്ടാതെ തിളപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത അടുപ്പിലോട്ടത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ അതേ അടുപ്പിൽ വെച്ച് അത് പാൻ ചൂടാകുമ്പോൾ നമുക്കൊരു 1/3 കപ്പ് പഞ്ചസാര നിരത്തിയിടാം. നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ അപ്പുറത്ത് പാൽ നമുക്ക് അതേസമയം തിളപ്പിക്കുകയും വേണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇടയ്ക്ക് ഇത് നമ്മുടെ കളറൊന്ന് മാറുന്നുണ്ട്, കാരമൽ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പാന് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരമൽ ആകാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപോലെ കാരമൽ ലൈറ്റ് ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കാരമൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോകും. അപ്പം ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. അപ്പം ഒരു പെർഫെക്റ്റ് കളറായിട്ടുണ്ട്. അപ്പം അതേസമയം പാലപ്പുറത്ത് തിളച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ തവി വീതം പാല് നമുക്കിതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പതഞ്ഞ് വരും. അതുകൊണ്ട് കുറേശ്ശെ പാല് വീതം ആദ്യം ഒഴിച്ചാൽ മതി. ഓരോ തവി പാല് വീതം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് പാല് മുഴുവനായിട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം പാല് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. പാല് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുവാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സൗകര്യത്തിനായിട്ട് ഞാൻ ആ പാല് തിളപ്പിച്ച അതേ പാനിലേക്ക് ഞാൻ ഇത് മാറ്റുവാണ്. എന്നിട്ട് ഒന്നുകൂടെ 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കി തിളപ്പിക്കാം. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട 2 പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യമുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. അതല്ലെങ്കിൽ ആദ്യത്തെ ആ കാരമലിൻ്റെ അതേ മധുരം തന്നെ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെ ഈ കാരമൽ ഇതിൻ്റെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി. ഇനി ഈ ചൂടായ കാരമൽ മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെ വീതം ഓരോ തവി വീതം ഒഴിച്ചു കൊടുത്ത് അതേസമയം നന്നായിട്ടത് മിക്സ് ചെയ്യുകയും വേണം. ഒട്ടും പിരിഞ്ഞു പോകാതെ നമുക്കിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കാരമൽ മിക്സ് മുഴുവനായിട്ട് നമുക്ക് പാലിലേക്ക് ചേർത്ത് മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടിത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ് ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഒട്ടും പിശുടില്ലാതെ നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അരിപ്പയിലൂടെ നമുക്ക് ഈ 4 ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ചെറിയ ബൗളാണെങ്കിൽ 6 കപ്പിനകത്ത് ഒഴിക്കാനുള്ള മിക്സ് ഉണ്ട് ഇത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ബൗളിലും ഒരു വലിയ ബൗളിലുമാണ് ഒഴിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് നന്നായിട്ടിതൊന്ന് വെള്ളം കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ആണെങ്കിലും മതി.
നന്നായിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ബൗളുകൾ ഇറക്കി വെച്ച് ഈ പാൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് നമ്മുടെ പുഡിങ് കുക്ക്ഡായിട്ട് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ് എല്ലാം ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്ക് 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്രീമി ആയിട്ടുള്ള കാരമൽ പുഡിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഈ ചൂടത്തൊക്കെ കഴിക്കാൻ നല്ലതാണ്. വേറെ ചേരുവകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. കോൺഫ്ലോറോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. 3 ചേരുവ മാത്രമായിട്ട് അടിപൊളിയൊരു കാരമൽ പുഡിങ്. അപ്പം തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം.